ഉദ്ദേശിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു സിലബസിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓപ്ഷനായിരിക്കും, ചിലപ്പോൾ ഒരു സ്ഥലമായിരിക്കാം, വീടായിരിക്കാം. നമ്മൾ വേണ്ട കളപ്പോട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന സമയം എടുക്കാൻ വേണ്ടി ദൈവം പറയും. അത് സ്വപ്നത്തിലേക്ക് വരുന്നത്. അതിന് പ്രസൻസ് എന്ന് പറയും. ഉടമ്പടിയിൽ എല്ലാ ദിവസവും തന്നെ സ്വപ്നങ്ങളെക്കുറിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സ്വപ്നങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയും. കാര്യം ബൈബിളിലെ ഈ പുതിയ കാര്യമല്ല, പണ്ട് മുതലേ ഈ സ്വപ്നങ്ങളിലൂടെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു മനസ്സ് നമ്മൾക്ക് പർട്ടിക്കുലറായിട്ട് ആ വ്യക്തിയെ ആണ് ഉദ്ദേശിക്കുമ്പോൾ ആ വ്യക്തിക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണിച്ചു കൊടുക്കും, ദർശനങ്ങൾ. അപ്പോൾ 5 ഫീച്ചേഴ്സ് വന്നിപ്പോൾ: സമയച്ചുരുക്കം, സമയദൈർഘ്യം, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ. ഈ 6ാമത്തെ ഒരു ഫീച്ചറുണ്ട്, ശുഭമാക്കുക എന്ന് പറയും. ശുഭമാക്കുക. എല്ലാ സാക്ഷ്യങ്ങളെയും പരിശോധിക്കുമ്പോൾ ശുഭമാക്കുന്നത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും സംഭവിക്കുന്നത്. അതിനാണ് ശുഭമാക്കുക. അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ശുഭമാക്കുക കിടക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു വിഷയം വിചാരിക്കുന്നു, എന്നിട്ട് നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ ആഗ്രഹിക്കുന്നു. പക്ഷേ നമുക്ക് ദൈവം വേറെ യൂണിവേഴ്സിറ്റി കൊണ്ട് നമുക്ക് അഡ്മിഷൻ തരുന്നു. ആ യൂണിവേഴ്സിറ്റിയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റി നമുക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ പാടാണ്. പക്ഷേ ദൈവത്തിനറിയാം മറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുമെന്നുണ്ടെങ്കിൽ നിന്നവിടെ പ്ലേസ് ചെയ്യും. അതിനാണ് ശുഭമാക്കുക എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളൊരു ഓപ്ഷൻ വെക്കേണ്ടത് ശുഭമാക്കണമേ എന്നുള്ളത് പ്രാർത്ഥനയുടെ ഭാഗമാക്കണം. നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ പ്രാർത്ഥന നോക്കിയാൽ മനസ്സിലാകും. എല്ലാവരും പ്രാർത്ഥിക്കണം, ശുഭമാക്കാനാണ് പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബുദ്ധിയിൽ ചിന്തയിൽ അറിവിൽ ഇത്രയുമേ ഉള്ളൂ. പക്ഷേ നിൻ്റെ കഴിവിലും ചിന്തയിലും ഇതിൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നീ നിൻ്റെ കഴിവനുസരിച്ച് ഈ വിഷയത്തിൻ്റെ മേൽ ഇടപെടണമേ എന്നാണ് ശുഭമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചൊരു സംഭവമാണ്. എബ്രഹാം പുത്രനെ വിടുമ്പോൾ എബ്രഹാം പുത്രന് വേണ്ടി